ഹലോ, സാജിക്കാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വെറുതെ എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കണം തോന്നി അങ്ങനെ എടുത്തതാണ്. ഇപ്പൊ സമയം ഒരു 3:30 ആയിക്കണ്ടേ. ഈ വോയിസ് കൊടുക്കാൻ ഇരിക്കുമ്പോഴേ എന്താ നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോയിസ് വലിയ ക്ലിയർ ഇല്ല. ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണെങ്കിൽ പിന്നെ ഒരു ഉന്മേഷമൊക്കെ കിട്ടീനി. അങ്ങനെ രാവിലെ തന്നെ എന്താ പറയാ, ഇപ്പൊ പൊതുവേ ഒരു കട്ടൻ ചായ രാവിലെ തന്നെ നിർബന്ധമാണ്. പക്ഷെ ഇപ്പൊ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മള് ആ ഒരു ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പൊതുവെ മടിയുണ്ട്. അങ്ങനെ ഒരു 7-7:30 ആയപ്പോ തന്നെ അടുക്കളയ്ക്ക് വന്നാണ്ട് ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് പോകുമ്പോൾ ചോറിന് കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെ മടിച്ച് വരേണ്ടതാണ് ഒന്നാമത്. അങ്ങനെ സാധാരണ ബീട്രൂട്ട് ഉപ്പേരികളൊക്കെ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കലാണ്. ഇപ്പൊ ഇന്നിങ്ങനെ കൊത്തിരിഞ്ഞിക്കാണ്ട് കൈമല വെച്ചിട്ടല്ല കൊത്തിയരിയല്. അപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഒക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കാണുണ്ടാകുമ്പോൾ അത്ര രസം തോന്നില്ല എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ കട്ട് പീസ് ആകുമ്പോൾ എനിക്ക് രസം ഒന്നും കൂടി തോന്നലും കിട്ടാം. അപ്പൊ അതാണ് ശരിക്കും കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞാൽ ഇങ്ങനെ അരിയലാണ്. പക്ഷെ ഞാനിപ്പോ അത് വീഡിയോ എടുക്കല്ലേ വിചാരിച്ചാൽ കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് കാണാട്ടോ അരിയണ കിട്ടാ, വെറുതെ രസമായിട്ട്. പൊതുവേ ഞാൻ വല്ലാണ്ട് അടുക്കളയ്ക്ക് ഇറങ്ങലില്ല കേട്ടോ. എന്നാൽ 2 നാത്തുമാരോലുണ്ടാവും ഫുഡ് ഉണ്ടാക്കാനൊക്കെ. പിന്നെ ഞാൻ അടിക്കല് തുടക്കല് വാരല് അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും പോകും. പിന്നെന്താ, ഒരു പെരയില് അത്രയൊക്കെ തന്നെ അല്ലേ പണി ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഇതന്നെ, കറിയിട്ടൊന്നുമില്ല. പിന്നെ അനിയനക്ക് ഫുഡ് ഉണ്ടാക്കല് ഒന്നെങ്കിൽ ഏറെ നാത്തൂന് തന്നെ ഉണ്ടാക്കലിട്ട്. ചോറും പാത്രത്തില് ഓനക്ക് വേണ്ടിയിട്ട് കുറച്ച് ചട്ടിക്കുടുക്കല് ചോറും വെക്കും. പിന്നെ ഉപ്പേരി കോഴിമുട്ട സമ്മന്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഉച്ചക്കുള്ള പിന്നെ ഒരു 10 ശേഷമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യല്. പിന്നെന്താ, ഈ സമയത്തൊക്കെ എല്ലാം ഉറങ്ങാം. എൻ്റെ കുട്ടി ഉറങ്ങുകയാണ്. ഓളെ ഉറങ്ങിയ ടൈമിലാണ് ഞാൻ വല്ല ഇതറിയാൻ വേണ്ടി വന്നത്. ഇപ്പൊ പറഞ്ഞാല് എന്താണ്, ഇടത്തികളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഉച്ചക്ക് ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിച്ച് പ്ലാനാക്കി. പിന്നെന്താ, അതന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ എന്താ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് 2 പച്ചമുളകൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ചീൻചട്ടിയിൽ എന്താ വെളിച്ചെണ്ണയിലും കടകിലും ഇടണം കേട്ടോ. അപ്പൊ എല്ലായിടത്തും ഉണ്ടാക്കണേ അങ്ങനെ തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിക്ക് തിന്നാണ്ടാക്കണം കേട്ടോ. ഓൾ എണീക്കുമ്പോൾ ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിച്ചില്ല. ഓൾ എണീക്കിട്ട് നമുക്കൊരു ടൈമൊക്കെ അറിയില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ 6 മണിക്കേ നീച്ചിട്ട് പിന്നെ ഉറങ്ങലൊന്നുമില്ല. അപ്പൊ ഓക്ക് വേണ്ടിയിട്ട് വിരകിയത് ഉണ്ടാക്കി. ചിലടത്ത് കുറുക്ക് ഉണ്ടാക്കാന്നൊക്കെ പറയട്ടെ, നമ്മള് വിരകിയത് ഉണ്ടാക്കാന്നാ പറയട്ടെ. അപ്പൊ 1 സ്പൂൺ രാഗിപ്പൊടിയും 1/2 സ്പൂൺ എന്താ കുന്നുംപഴത്തിന്റെ പൊടി ഇട്ടാ. പിന്നെ ഞാനൊരു 1.5 സ്പൂണോളം എന്താ പറയാ, നമ്മള് പനക്കൽക്കണ്ടല്ലേ, അത് മിക്സിയിലിട്ട് പൊടിച്ചതാണ് കേട്ടോ. അത് വലിയ ഒരു കട്ടയാണ്, വലിയ കഷ്ണാണ്. കൽക്കണ്ടത്തിനെങ്ങാട്ടി വലിപ്പം ഉണ്ടാവും. അപ്പൊ അത് ഇതിലിട്ട് ഇളക്കുമ്പോ എന്താ പെട്ടെന്ന് അലിഞ്ഞിട്ടൂല. അപ്പൊ ഞാനത് മിക്സിയിൽ അടിച്ചിട്ട് പഞ്ചസാര പോലെ ആക്കും. അപ്പൊ ഇങ്ങനെ നമുക്കൊരളവ് കിട്ടിക്കഴിഞ്ഞാല് അതിനേക്കൽ അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ തന്നെ ഇത്തിരി ഉണ്ടാക്കുള്ളൂ. എന്താണ്, ഇതിൽ പകുതി എനിക്കുള്ള കേട്ടോ. അത് മുഴുവനായിട്ട് കുട്ടികൾ തിന്നൂലല്ലോ. എങ്ങനെ ആയാലും ഇങ്ങനെ ഒരു വേസ്റ്റ് ആക്കിക്കളെ. അപ്പൊ നമുക്ക് രാഗി ഞമ്മക്കും നല്ലതാണല്ലോ. അപ്പൊ ആ ചുളിവില് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര മടിക്കരാം. അപ്പൊ ഈ കൂടുതലുണ്ടാക്കുമ്പോൾ നമുക്കും ഒരു 4-5 സ്പൂൺ ഞമ്മക്കും തിന്നാം. ഞാൻ എപ്പോൾ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇത്തിരി ആയിട്ടുണ്ടാവും. അപ്പൊ ഞാനൊരു സ്പൂൺ ആയിട്ട് തന്നെ ഉണ്ടാക്കും. അങ്ങനെ വരികെ ചെയ്ത് ചൂടാറാൻ മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു കട്ടൻ ചായ എടുക്കാൻ മൂടിട്ടോ. എന്താ പറയുക, അങ്ങനെ ഒരു ചൂടുള്ള കട്ടൻ ചായ കുടിച്ചു. പിന്നെ അവിടെ ഒരു കറുത്ത പഴം ഇങ്ങനെ മുറിച്ച് ചെയ്യേണ്ടിട്ടാ. രാവിലെ ചായ കൂട്ടീന്റെ ബാക്കിയാ തോന്നുന്നത്. അപ്പൊ അതിങ്ങനെ സങ്കടപ്പെട്ടിരിക്കണുണ്ടപ്പോൾ ആ ഒരു കഷ്ണം ഞാനും തിന്നു. പിന്നെന്താ, എന്താണ് നമ്മളെ ബീട്രൂട്ട് ഉപ്പേരിക്ക് ഞാൻ തേങ്ങ പൊളിച്ചിട്ട് ഒത്തിരി ഒന്ന് ചിരകിയിട്ടാ വിചാരിച്ചു. ചമ്മന്തി ആയിട്ടല്ല, ചിരകിയിട്ടിടണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് തേങ്ങക്ക് ചിരകിട്ടോ. എന്താ പറയാ, സത്യം എനിക്ക് തേങ്ങ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മളോടൊക്കെ പോയപ്പോൾ എല്ലാ കാര്യത്തിലും ഭയങ്കര മടിക്കരം. അതിലൂടെ ഉമ്മക്ക് ജസ്റ്റ് പാസ് ചെയ്യണം, അന്ന് ചെണ്ടി കാട്ടി കാണിക്കുന്നട്ടെ എപ്പോഴും ഞാൻ പറയലിട്ടാ. അങ്ങനെ അത് ഉപ്പേരിക്കൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ചായ എടുക്കാൻ വിശക്കുന്നുണ്ട്. അങ്ങനെ കട്ടിപ്പത്തിരിയാണ്. കട്ടിപ്പത്തിരി എന്ന് പറയില്ല, ചെറിയൊരു കട്ടിയുള്ള പത്തിരിയേനി. അങ്ങനെ കട്ടിപ്പത്തിരിയും പിന്നെന്താ കറി ഇല്ല കേട്ടാ. തേങ്ങട്ട കട്ടിപ്പത്തിരി ആയതുകൊണ്ട് പൊതുവെ ഞങ്ങൾ കറി ഉണ്ടാക്കലില്ല. അപ്പം തലേന്നേരത്തെ എന്തെങ്കിലും കറി ഉണ്ടാകുമ്പോൾ അത് എടുക്കലുണ്ട്. അപ്പൊ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും വരുന്നുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചിക്കൻ ഒന്നും ബാക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഏതായാലും ഭാഗ്യത്തിന് എനിക്ക് വലിയൊരു ചിക്കൻ പീസ് കിട്ടിയിരുന്നു കേട്ടാ. നോക്കി വലിയൊരു ചിക്കൻ പീസാണ്. അങ്ങനെ മുളകിട്ട കറി കൂട്ടാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ 10 ചായ കുടിച്ചോണ്ട് നിൽക്കുമ്പോൾ എൻ്റെ പാത്തുമ്മ എണീച്ചെന്ന്. അപ്പോൾ ഞാൻ തന്നെ എടുക്കണം. അപ്പൊ ഒരു ഉറങ്ങി എണീച്ചെന്ന് നമ്മൾ തന്നെ വേണമല്ലോ. അങ്ങനെ ഒരു പത്തിരിക്ക കൈക്ക് പിടിച്ച് നിൽക്കുന്ന ഷോൾ അങ്ങനെ തിന്നൂല കേട്ടോ. അങ്ങനെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ തിന്ന് ചവച്ചിട്ട് ശീലമില്ല. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ ഒപ്പം കുത്തിരിക്കും. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് മോളൊരു പാത്തൊക്കെ എത്തിയിട്ട് പിന്നെ എനിക്ക് പോകാനുള്ള ടൈമായി. ഒരു 10 മണി 9:30 ആ സമയം കേട്ടോ. അപ്പൊ ആ സമയത്ത് എനിക്ക് ചോറാക്കി, എന്താ പറയാ, ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കി. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ ഉള്ളിക്കൂട്ടാനും ചിക്കൻ പൊരിച്ചതൊക്കെ എൻ്റെ വലിയ ഏട്ടത്തിയുണ്ട്. അപ്പൊ എല്ലാവരും അടുക്കളയിലുണ്ട് കേട്ടോ. തിരിഞ്ഞു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 5 ചിക്കൻ പീസ് പൊരിച്ചിനി. അപ്പൊ ഞാൻ 4 എണ്ണയിൽ വെച്ചിട്ട് ഒന്നോടെ വെച്ചിന്. അതിന് രണ്ടാമത്തെ താത്ത എണീച്ചെന്നപ്പോൾ മോഷ്ടിച്ചു. ഞാൻ തിന്നാ വിചാരിച്ചു എന്നോട് മാറ്റി വെച്ചതേനി. അങ്ങനെ ഓനക്ക് ചുറ്റും പാത്രമൊക്കെ എന്താ പറയാ ചോറും കൂട്ടാനൊക്കെ ആക്കി കൊടുത്തിട്ടോ. പിന്നെന്തേനി
ഓർമ്മയില്ലേ സത്യം പറഞ്ഞാൽ. അങ്ങനെ എന്താ ഓനൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കാണ്ടിട്ടാ, എന്താ പറയുക, ഉച്ചക്ക് ചോറിനുള്ളതാണ്. അപ്പം എന്താ എപ്പോഴും നമ്മൾ കോഴി സാധാ പൊരിക്കണ മാതിരി തന്നെയാണ് പൊരിച്ചലിട്ടാ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മുടെ മന്തിൻ്റെ മസാലപ്പൊടി, എന്താണ് അൽഫാമിൻ്റെ മസാലപ്പൊടി ഞാൻ ഫ്രിഡ്ജിൽ കുറേ മുമ്പേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊക്കെ തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ആ മസാലപ്പൊടി ഉണ്ടായിനി. പിന്നെ കുറച്ച് പച്ചമസാല ഉണ്ടാക്കിയിട്ട് അത് പൊരിച്ചേക്കാൻ വിചാരിച്ചിട്ട് സാധാ കോഴി പൊരിച്ചുള്ള ചിക്കൻ പീസ് ഉണ്ട്. അതാണ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. ബിരിയാണിക്കും അതേമാതിരി കുഞ്ഞു കുഞ്ഞു പീസ്. ബിരിയാണി കുറച്ച് വലിപ്പമുള്ളതാണ്, എനിക്ക് ആക്ക വെട്ടിക്കൊടുന്നോടത്ത് ചെറുതായി പോയതാണ് സംഗതി. അപ്പം അങ്ങനെന്താ മസാലപ്പൊടി മന്തിൻ്റെ അതിന് അൽഫാം പേരെന്നെ കിട്ടണില്ല. അൽഫാമിൻ്റെ മസാലപ്പൊടി ഞാൻ കുറേ മുമ്പൊക്കെ വീഡിയോ ഇട്ടീനുണ്ട്, കുറേ ബാക്കോട്ടേക്ക് പോകണം. പിന്നെന്താ പച്ചമസാലയൊക്കെ എന്താ ചപ്പ്, പച്ചമുളക്, വല്ലുള്ളി, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ കേട്ടാം എല്ലൂടി പച്ചമസാല സെറ്റായി. അങ്ങനെ അത് കുഴച്ചാണ് ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ അത് കുഴച്ചിട്ട് ഫ്രിഡ്ജിക്ക് ഞാൻ കയറ്റിച്ച്. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടേനി ഞാൻ വേഗം എന്താ പറയുക, ആരെങ്കിലും സാധാ ചിക്കൻ പൊരിക്കണീന് കുഴക്കണീന് മുന്നേ തന്നെ ഞാനും മന്തിൻ്റെ മസാല മന്തി അവിടെ നിങ്ങൾ കയറി വരുന്നതാവാം അൽഫാമിൻ്റെ മസാല വേഗം കുഴച്ച് വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ നുറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കേനി. അതിൻ്റെ ഇടയിലാണ് രണ്ടാമത്തെ കാക്ക പുറത്തുനിന്ന് വന്നപ്പം ഐസ്ക്രീമൊക്കെ കൊണ്ടിട്ട് അത് കണ്ടപ്പോൾ വേഗം ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഓടി. അങ്ങനെ അതൊക്കെ തിന്നുകൊണ്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടോ വരും. പിന്നെ എന്തെങ്കിലും കൊണ്ടുവരും, കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ വലിയ താത്ത ഇവിടെ ചോറ് ഊറ്റുന്നുണ്ട് കേട്ടോ, അത് പുറത്താട്ട് പോകുമ്പോഴാണ് ചോറൊക്കെ. അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് പിന്നെ എല്ലാവരും കണ്ടാൽ പിന്നെ ഒരു സ്ലോ മോഷനാണ്. വർത്താനം പറയലും എടുക്കലും അങ്ങനെ പോകും. അങ്ങനെ ക്യാപ്സിക്കും മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് മെല്ലെയാണ് അരിഞ്ഞ കിട്ടുക. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ പോകണം കേട്ടോ. പിന്നെ നാത്തുമാർ ചിക്കനൊക്കെ അവിടെ കേക്ക് വെച്ചിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളം ഓർന്നപ്പോൾ പിന്നെ ചെമ്പട്ടി ഇട്ടിട്ട് മന്തിൻ്റെ ഇതും കുഴച്ചൊക്കെ വിചാരിച്ചു. അത് പിന്നെ 1.5 മണിക്കൂറൊക്കെ കുഴച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ എന്താ ചിക്കൻ പീസും എന്താ പറയുക ചെറിയത് തന്നെ കേട്ടോ. കോഴി പൊരിച്ചിന് അത് എത്ര വലിപ്പമുള്ള ബിരിയാണീൻ്റെ പീസിൻ്റെ അത്രയും വലിപ്പമുണ്ട്. ഈ ചങ്ങായത് ചെറിയത്. മന്തിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ചിക്കൻ്റെ കുറച്ച് വലിപ്പമാണ്, എന്നാലാണ് ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. മന്തിൻ്റെ വെച്ചിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാകുമ്പോൾ അത്ര ഇതായിട്ട് എനിക്ക് തിന്നയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ എന്താ അപ്പോൾ അയച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണ്ടേ. അങ്ങനെ എന്താ പിന്നെന്താ നിങ്ങൾക്കൊക്കെ അറിയണത് തന്നെയല്ലേ, എന്താ പറയുക, കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെന്താ നമ്മളെ കുരുമുളക്, പിന്നെന്താ നമ്മളെ പറയാൻ കിട്ടണില്ലല്ലോ റബ്ബേ, നമ്മൾ ക്യാപ്സിക്കും മല്ലിച്ചപ്പം, പിന്നെന്താ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണോ 1.5 സ്പൂണോളം, പിന്നെ നമ്മളെ മാഗി കെട്ടല്ലേ അതൊരു 5 എടുത്തിക്കണം കേട്ടോ. ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഞാൻ റെഡിയിട്ട് അതിക്കിട്ട് പിന്നെ കുറച്ച് കോഴി കളർ, ഇത്തിരി കളർ ഉണ്ടാകുമ്പോൾ അതിന് രസം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ 2 ചീരകൾ, ചെറിയ ജീരകം വലിയ ജീരകം ഇടാൻ മറന്നിട്ടാ. അപ്പം അത് ഇങ്ങനെ ഇസ്കിയിട്ട് കുറച്ചിട്ടിട്ടുള്ളൂ. രണ്ടാമത്തെ താത്തപ്പത്തിന് കുറച്ചിട്ടാൽ മതി എന്നിങ്ങനെ പറയാം. അതിന് എല്ലാതും കുറച്ചേ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ അവളെ കാണാതെ കുറച്ചും പാടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്കെല്ലാം തോനെ കാണണം. അങ്ങനെ പിന്നെ നമ്മളെ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇനി സൺഫ്ലവർ കുറച്ച് ഏറിയാലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് നമുക്ക് കുറച്ച് ദമ്മുണ്ട്, ഇതിൻ്റെ റൈസിൻ്റെ മുകളിൽ കുറച്ച് ഒഴിക്കാണ്ട്. ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ട് ഞാൻ കുറച്ചും പാടെ ഒഴിച്ചിട്ട് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അങ്ങനെ പിന്നെ വേഗം ചെമ്പട്ടി മൂടി വെച്ചിട്ട് അപ്പുറം ഇപ്പുറത്തെ ഗ്യാസും എന്താ പറയുക പായസം ഉണ്ടാക്കുന്നിട്ടാ. എന്താ സേമിയ വറുത്തിട്ട് പിന്നെ പാലൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ തിളപ്പിച്ചാൽ വെച്ചിരിക്കണം. അത് വലിയ താത്തയാണോ ചെറിയ രണ്ടാമത്തെ താത്തയാണോ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയില്ല, കാരണം എല്ലാവരും വന്ന് ഇളക്കണുണ്ട് കേട്ടോ. അങ്ങനെ അതിങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ അവൻ നൈസായിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് മുങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ അതും പാടെ നടക്കണമല്ലോ. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ തുടച്ചിട്ടില്ലെങ്കിൽ പെര വൃത്തിയില്ലാത്ത മതി. തുടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു സമാധാനമാണ്. തുടക്കുന്ന ഇടയിൽ പിന്നെ ഓരോ റൂമൊക്കെ തുടച്ചിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ മന്തിൻ്റെ ചെമ്പട്ടി ഞാൻ ഗ്യാസുമ്മ കയറ്റി വെച്ചിട്ടാ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇപ്പുണ്ടാകുന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പം അപ്പോൾ നമ്മളെ പായസം ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ചെറിയ താത്ത പറഞ്ഞ പായസം അങ്ങനെ ഉണ്ടാക്കല്ലേ കേട്ടോ. ചെറിയ താത്ത പറഞ്ഞാൽ നല്ലോണം വെട്ടി തിളക്കണം, എന്നാലാണ് സേമിയൊക്കെ മുകൾക്ക് അങ്ങോട്ട് പൊന്തി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അതിങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്താ ഞാൻ തുടച്ചൊക്കെ വന്നതിൻ്റെ ശേഷപ്പത്തിന് ചിക്കനൊക്കെ ഹാഫ് വേവായപ്പോൾ പിന്നെ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് അങ്ങനെ പിന്നെ ദമ്മിടാൻ വേണ്ടിയിട്ട് റൈസൊക്കെ നാത്തൂനവരൊക്കെ ഞാൻ തുടക്കാൻ പോയ സമയത്ത് പോലെ റൈസൊക്കെ പാകപ്പെടുത്തിന്ന് കേട്ടോ. പിന്നെ അത് ദമ്മിടാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഏറ്റവും പറയില്ല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചോറിന് മുകൾ കൂടെ ഇങ്ങനെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് ലാസ്റ്റ് ഇങ്ങനെ താളം മറിക്കണമെങ്കിൽ നല്ലത് മുകൾ കൂടെ കുറച്ച് ഒഴിച്ചാൽ ഒരു രസമാണ്. പിന്നെന്താ ഒരു രസത്തിന് 4 പച്ചമുളകൊക്കെ കുത്തിച്ച് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ചോറൊക്കെ ദമ്മിട്ടിട്ടാ. ഞങ്ങൾ അതേമാതിരി ഞങ്ങളെ
ഈ ചോറ് ഇങ്ങനെ ദമ്മിട്ടപ്പോഴാണ്ട് ഞങ്ങൾ നോമ്പുറപ്പിച്ചലിന് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഏതും കനത്തിന് വേണ്ടിയിട്ട് മൂടിൻ്റെ മേലെ അമ്മിക്കുട്ടി വെച്ചിട്ടോ. പിന്നെ അമ്മിക്കുട്ടി ചെരിഞ്ഞാണ് ചോറുകൊക്കെ വീണിട്ടോ. നല്ല കോമഡി. അതിൻ്റെ വീഡിയോ ഒക്കെ എന്താ പറയുക ഞാൻ അപ്ലോഡ് ആക്കിന്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ കയറിയിട്ട് ഒന്ന് കണ്ടോക്കട്ടെ, രസമല്ലേ. പിന്നെന്താ ചാർക്കോൾ എത്തിക്കണീന് പകരം കുറച്ച് ചിരട്ടക്കണലോ ചേരിക്കണലൊക്കെ ഇട്ട് കണ്ണം ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് പുകച്ചിക്കണ്ട് ചെമ്പട്ടിക്കണ്ട് മൂടിച്ച്. ഇത് മാത്രമല്ല കേട്ടോ, വെറും ചോറും കറി. അത് നിർബന്ധം നല്ല ഇപ്പാക്ക് ഒരു പിടി ചോറുമാണ് വെറും ചോറ്. അപ്പോൾ എങ്ങനെ ഉണ്ടായാലും ഞങ്ങൾ ബിരിയാണി ഉണ്ടെങ്കിലും വെറുംചോറ് വെക്കൂട്ടോ. അതൊരു ശീലമായി പോയി. എന്നാലും വെറുംചോറ് തിന്നുന്നവരുണ്ട്. അങ്ങനെ ചോറൊക്കെ ആക്കി. അങ്ങനെ എന്താ എൻ്റെ പുയ്യാപ്പിള എന്നുണ്ട് കേട്ടോ. എന്താ പറയാ, പുതിയാപ്പിള അതൊന്നും പറയില്ല, ഞാൻ പാച്ചു എന്നൊക്കെ വിളിച്ചല്. അപ്പോൾ ഇവിടെ ചോറുണ്ടാക്കണ്ട്, നിങ്ങൾക്ക് ഇതിലൂടെ തിന്നിട്ട് പോവാറിനെ കണ്ട് പണിക്ക് ഷോപ്പ് പോണതിന് മുമ്പ് ഞാൻ വിളിച്ചെടുത്തിയതാട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ വന്ന് അപ്പോൾ മോള് ഞാൻ കുളിപ്പിച്ച് ഉറക്കൊക്കെ ചെയ്തിട്ടോ അതിൻ്റെ ഗ്യാപ്പിലിട്ടോ. പിന്നെ ചിക്കൻ മൂപ്പര് വരുന്നതിന് മുന്നേ ഞാൻ ചിക്കനൊക്കെ വേഗം കുറച്ച് ഒരു ട്രിപ്പെങ്കിലും പൊരിച്ച് വെക്കാണ്ട് വേഗം മൂപ്പർക്ക് ഷോപ്പ് പോകുമാണ്. അങ്ങനെ വേഗം കുറച്ച് ബിരിയാണി എന്ന് പറയുന്നത് മന്തി പൊട്ടിച്ചിക്കാണ്ട് കുറച്ച് പച്ചിന് മാത്രം കുറച്ച് തളികയിൽ വളപ്പിച്ച് ഞങ്ങൾ മൂപ്പര് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വയ്ക്കും. പിന്നെ രണ്ടാമത്തെ അളിയനോടും വരാൻ പറഞ്ഞിട്ട് മൂപ്പര് വരണമെങ്കിൽ 1:30-2 ആവും. ഇപ്പോൾ മൂപ്പർക്കാണെങ്കിൽ പാച്ചിനാണെങ്കിൽ നേരത്തെ പോകുവാണ് കേട്ടോ. പിന്നെ മൂപ്പര് പാച്ചു രണ്ടാം പേരിനൊക്കെ വന്നതേനി, രണ്ടാമത്തെ അളിയാൻ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെന്താ ഞങ്ങൾ രണ്ടാളും കുത്തിന് ചോറൊക്കെ തന്നേ. അങ്ങനെ എൻ്റെ ചോറയിപ്പോൾ ഇനി പിന്നെ എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര വെപ്രാളേനി. അങ്ങനെ പാച്ചൊക്കെ പോയി. രണ്ടാമത്തെ തലേന്നൊക്കെ വന്ന് ചോറയിപ്പോൾ കഴിഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും ചോറൊക്കെ തിന്ന്. ഞാൻ പിന്നെ ആദ്യമൊന്നും അവിടെ തിന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അടുക്കള ഭാഗത്ത് ഒരു 3-3:30 സമയത്ത് എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞു തിരക്കുന്നുണ്ട്. അപ്പോഴാണ് പായസം കുടിച്ചാലുള്ള ഓർമ്മട്ട. ഈ ചൂടാറുമ്പോഴാണ് ആ രസം കണ്ട് തോന്നിയിട്ട്. ഫസ്റ്റ് ചൂടൊക്കെ കുടിച്ചിട്ടുമ്പോൾ ആ ഡ്രസ്സ് ആ ചൂടാറിയതിൻ്റെ ശേഷം കേട്ടോ. അങ്ങനെ എല്ലാവരും പായസമൊക്കെ കുടിച്ചു. പിന്നെ ഐസ്ക്രീം ഉണ്ടേനി 2 അളിയന്മാരും കൊണ്ടുവന്നേ. അളിയന്മാരല്ല പാച്ചും അളിയനും കൊണ്ടുവന്നേ. അപ്പോൾ അത് എന്താ പറയുക, എല്ലാവർക്കും മടി. എല്ലാവരും ചോറൊക്കെ തന്നെ ഡമ്മായി ഇജ് കൊടുത്തോ തന്നെ. അങ്ങനെ ഞാൻ തന്നെ പിന്നെ എന്താ പറയുക ഐസ്ക്രീമൊക്കെ എല്ലാവരും കോരി വെച്ച് ഐസ്ക്രീമില്ലേ വാനില സ്ട്രോബെറി 2 ഫ്ലേവറിലേന് കേട്ടോ. അപ്പം അതും രണ്ടും കൊടുക്കാച്ചിട്ട് കുട്ടികൾക്ക് കോരി വെച്ച് കൊടുത്ത് കുട്ടികൾ വട്ടം കൂടി നിൽക്കേണ്ട വേഗം എടുത്തുണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല രസേന്. അങ്ങനെ ഉള്ള പാത്രത്തിലൊക്കെ ഒരുക്കി കൂട്ടിയിട്ട് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പാസ് ചെയ്ത് കൊടുത്ത്. അങ്ങനെ പിന്നെ ഞാൻ തിന്നാൻ നിൽക്കുമ്പോൾ നേരത്തെ കുട്ടി ഭയങ്കര കുറുമ്പിട്ടാ. അങ്ങനെ ഞാൻ തിന്നിട്ടില്ല, ഞാൻ പിന്നെ രാത്രിയായിട്ടാണ് തിന്നത്. അങ്ങനെ പിന്നെ രാത്രി പിന്നെ എന്താ അപ്പാൻ്റെ അയൺ ചെയ്യാണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴാണ് പെട്ടെന്ന് ഐസ്ക്രീം തിന്നിട്ടില്ല എന്ന് ഓർമ്മ. അപ്പം ഞാൻ കുറച്ച് പഴമൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഐസായിട്ട് അങ്ങനെ തിന്നിട്ടാ. പിന്നെന്താ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ വൈകുന്നേരമായി. പിന്നെന്താ എല്ലാവരും തൈരിലുണ്ടായിനി. പിന്നെ അങ്ങനെ സ്റ്റെപ്പുമല്ലൊക്കെ കുത്തിരുന്നാണ്ട് ഒരു ചായ ഒക്കെ കുടിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ കട്ടൻ ചായ ഉണ്ട് കേട്ടോ. പിന്നെ പാൽ ചായ അവിടെ കൂട്ടിയതുണ്ടാവുക. പിന്നെ ഞാൻ പാൽ ചായയാണ് എടുത്തത്. പിന്നെന്താ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഷാല്ലാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് ഡെയിലി ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. ഡെയിലി വീഡിയോ ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്ന കമൻസിലൊക്കെ വരലുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. എന്താ ചെയ്യുക, അതൊന്നും നടക്കൂല. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട സമയത്ത് ഞാൻ വോയിസ് ഓവർ എടുക്കണം.